ഹായ്, നമസ്കാരം. നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിനായി സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കടന്നു വന്നതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പല രക്ഷിതാക്കൾക്കും അഡിനോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളാണ് തൻ്റെ കുട്ടി അനുഭവിക്കുന്നതെന്ന് അറിയാമെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിയാൻ അവർ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇൻഫർമേഷൻ ടെക്നോളജി വളരെ ധാരാളമുള്ള അവസ്ഥയാണെങ്കിൽ പോലും ഒരു ഫുൾ ഡെപ്തിലുള്ള നോളജ് പലപ്പോഴും ഇതിനെക്കുറിച്ച് കിട്ടാറില്ല. ഡോക്ടർമാരെന്ന നിലയിൽ ഇത് ഫുൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാക്കൾ ഒരു കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാത്ത ഒരു അവസ്ഥയിൽ പലരും പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ ഇതിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ലിജോ കുര്യൻ കഴിഞ്ഞ 20 വർഷത്തോളം ആയുർവേദത്തിലും ആധുനിക വൈദ്യശാസ്ത്രം ഡിഗ്രി എടുത്തതിന് ശേഷം ഈ ഫീൽഡ് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡോക്ടറാണ്. അനേകം കുട്ടികളെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഫാമിലീസിനെ പലപ്പോഴും സർജറിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ സഹായിക്കാൻ പറ്റിയിട്ടുള്ള ആ ചാരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തുടർച്ചയായിട്ട് വരുന്ന ജലദോഷം, പനി, ചെവി വേദന, അതല്ലെങ്കിൽ കുട്ടി ചെറുതായിട്ട് ശ്വസിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂർക്കം വലിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണേണ്ട അവസ്ഥ വരികയും അങ്ങനെ ഒരു 3-4 തവണ അടുപ്പിച്ചടുപ്പിച്ച് കുട്ടിക്ക് പ്രശ്നം വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞിട്ടായിരിക്കും ഈ അഡിനോയിഡ് എന്നൊരു വാക്ക് പല രക്ഷിതാക്കളും ആദ്യമായിട്ട് കേൾക്കുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള പല വ്യക്തികൾ പോലും എൻ്റെ അടുത്ത് കടന്നു വരുന്നവര് ഈ വാക്കിനെ കുറിച്ച് അത്ര ധാരണയില്ലാണ്ടാണ് എൻ്റെ അടുത്ത് കടന്നു വരാറുള്ളത്. പലപ്പോഴും എല്ലാവരുടെയും ധാരണ ഇതൊരു കഴലയാണെന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറം എന്താണ് ഇത് സംഭവിക്കുന്നത്, ഈ അഡിനോയിഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു കയലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറവും അതിന്റെ ബാക്കിലും ഒരുപാട് സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നതുകൊണ്ടാണ് തൻ്റെ കുട്ടി ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിയതെന്നൊന്നും പല രക്ഷിതാക്കളും അറിയാറില്ല. അപ്പൊ ഈ സ്റ്റെപ്പായിട്ട് കടന്നു പോകുന്ന അവസ്ഥയും എന്താണ് യഥാർത്ഥത്തിൽ ഈ അഡിനോയിഡ് ഇഷ്യൂ എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ടോൺസിലൈറ്റിസ് എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ചെറുപ്പത്തിൽ തൊട്ടിട്ട് തൊണ്ടയിലുള്ളിൽ തൊണ്ടവേദന വരുമ്പോൾ പലപ്പോഴും ടോൺസിലൈറ്റിസ് ആണ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വായ തുറന്ന് നോക്കി കഴിഞ്ഞാൽ 2 വശത്തായിട്ട് 2 ചെറിയ കഴലകൾ കാണാം. ഇതുപോലെയുള്ള ഒരു കഴലയുടെ ഒരു പേര് തന്നെയാണ് അഡിനോയിഡ് എന്നുള്ളത്. ആക്ച്വലി ടോൺസിലൈറ്റിസ് പോലെ നമ്മുടെ കുറുനാക്കിന്റെ വായ തുറന്ന് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മോളിൽ നിന്ന് ഞാൻ നടക്കുന്ന ഒരു കുറുനാക്ക് കാണാം. ഈ കുറുനാക്കിന്റെ പുറകിലായിട്ട് നമുക്ക് നേത്രങ്ങളോട് കാണാൻ പറ്റില്ല, പുറകിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ മൂക്ക് വന്ന് തൊണ്ടയിൽ വന്ന് മുട്ടുന്ന ഭാഗത്ത് ഇരിക്കുന്ന ഒരു കഴലയാണ് സത്യത്തിൽ ഈ അഡിനോയിഡ്. ആക്ച്വലി ഇതിന്റെ പേര് അഡിനോയിഡ് എന്നല്ല, നാസോഫാരിഞ്ചൽ ടോൺസിൽ എന്നാണ്. ഇതിനെ ചെറിയ കുട്ടികളിൽ ഇത് വലുതാവാൻ തുടങ്ങുമ്പോഴാണ് ഇതിന് ഓമന പേരിട്ട് അഡിനോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഈ നാസാരന്ധ്രങ്ങൾ തൊട്ട് അതിലൂടെ കടന്നു പോകുന്ന വായു മൂക്കിന്റെ ഉള്ളിലൂടെ കടന്ന് തൊണ്ടയിലെത്തി അവിടുന്ന് ശ്വാസനാളത്തിലൂടെ 2 ശ്വാസകോശങ്ങളിലേക്ക് കടന്നു വന്ന് തിരിച്ച് പുറത്തോട്ട് പോകുന്നു. ഇതിനെയാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ശ്വാസോച്ഛ്വാസം കറക്റ്റായിട്ട് മൂക്കിലൂടെ സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തു വരുള്ളൂ. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ചില കുട്ടികളിൽ കൃത്യമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ ചെറിയൊരു തടസ്സം വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് പലപ്പോഴും, അതല്ലെങ്കിൽ റെസ്പിറേറ്ററി അലർജി. ഈ 2 കാര്യങ്ങളാണ് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്നതിന് അല്ലെങ്കിൽ വലുതായി വരുന്നതിനുള്ള പ്രധാന കാരണം. അത്തരത്തിൽ വീങ്ങി വരുന്ന ഒരു അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീങ്ങി വരുന്നതിനുള്ള കാരണം രോഗപ്രതിരോധ ശക്തിയിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കുട്ടീനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകളോ അതല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രപരമായിട്ടുള്ള മരുന്നുകൾ, മറ്റു മരുന്നുകളോ, ഇനി ആയുർവേദ ശാസ്ത്രപരമായിട്ടുള്ള മരുന്നുകളോ, ഇനി വേറെ ഏതെങ്കിലും വൈദ്യസമ്പ്രദായത്തിലോ ഉള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ തൽക്കാലം പലപ്പോഴും ഈ പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കുട്ടിയിലുള്ള ഒരു രോഗപ്രതിരോധ ശക്തി ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രശ്നം റിപ്പീറ്റഡ് ആയിട്ട് വരികയും കുട്ടി ഒരു പൂർണ്ണ വായിലൂടെ ശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വായിലൂടെയുള്ള ശ്വസനം ആണ് കുട്ടിയുടെ ഭാവി തന്നെ തകരാറിലാക്കുന്ന ഈ പ്രധാന പ്രശ്നത്തിന്റെ വില്ലൻ. ഈ പ്രശ്നത്തിന്റെ ഗൗരവം പല രക്ഷിതാക്കൾക്കും വളരെ ഡെപ്തിൽ അറിയാത്തത് കൊണ്ട് തന്നെ പലരും ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ അത് കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കാറ്. പലപ്പോഴും
ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഇമ്മ്യൂണിറ്റി കറക്ഷൻ ഒരിക്കലും ഈ സർജിക്കൽ കറക്ഷനിലൂടെ നടക്കില്ല എന്നതുകൊണ്ടും ശ്വസന സംബന്ധമായിട്ടുള്ള കറക്ഷനും നടക്കില്ല എന്നതുകൊണ്ട് പലപ്പോഴും സർജറിക്ക് ശേഷവും പല രക്ഷിതാക്കൾക്കും നേരിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കുട്ടിയുടെ അഡിനോയിഡ് സർജറിക്ക് മുമ്പുള്ള അവസ്ഥ തുടർന്നു പോകുന്ന അതേ അവസ്ഥ തന്നെയാണ്. ആ ഒരു പ്രശ്നത്തെ റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ ഓഫീസിൽ എനിക്ക് നേരിടേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു മുന്നോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ. ഈ പ്രോബ്ലം തുടക്കത്തിലേ കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പകരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടി ശ്വസിക്കുമ്പോൾ അടുത്ത് കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് അവിടെ തുടങ്ങുകയാണ് സത്യത്തിൽ. ഇത് പലപ്പോഴും കുട്ടിയുടെ മാതാപിതാക്കന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ഇത് ഇത്ര ഗൗരവമുള്ള ഒരു പ്രോബ്ലം ആയിട്ട് പലരും അറിയാത്തത് കൊണ്ട് മാത്രമാണ് മിസ് ചെയ്തു പോകുന്നത്. ഈ നോയ്സി ബ്രീത്തിങ് പിന്നീട് പലപ്പോഴും അത് ഉറക്കം വലി എന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കുകയും പിൻകാലത്ത് റിപ്പീറ്റഡ് ആയിട്ട് ജലദോഷം വരുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ചെവിവേദന കൂടുകയാണ് കണ്ടുവരുന്ന ഒരു പ്രധാന ലക്ഷണം. ഈ ചെവിവേദന പിൽക്കാലത്ത് ചെവി പൊട്ടി ഒലിക്കുക, പഴുപ്പ് വരിക എന്ന അവസ്ഥയായിരിക്കും പിൽക്കാലത്ത് കേൾവിക്കുറവിലേക്ക് വരെ നയിക്കാവുന്ന ഒരു പ്രധാന കാരണമാണ്. ഈ ഒരു സിമ്പിൾ കാര്യം കുട്ടി അടുത്ത് കിടന്നുകൊണ്ട് ശ്വസിക്കുന്ന കേൾക്കാൻ പറ്റുന്ന ഒരു രക്ഷിതാവിന് അവിടെ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് നൽകുക എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥയിൽ, അതായത് കുട്ടി ശ്വസിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു രക്ഷിതാവിന് തോന്നുന്ന ആ അവസ്ഥയിൽ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തിയെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം അവിടെ തീരുന്നു എന്ന് ഉറപ്പ് നൽകാൻ എനിക്ക് സാധിക്കും. കാരണം ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട്. പക്ഷെ പല രക്ഷിതാക്കളും അവിടെ ആ പ്രോബ്ലത്തെ കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ കുട്ടിയെ പലപ്പോഴും അടുത്തുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കുകയും ആ തൽക്കാലത്തേക്കുള്ള രോഗലക്ഷണങ്ങളെയാണ് പലപ്പോഴും മൂക്കിൽ ഒലിപ്പാണെങ്കിൽ അതിനെ, പനി വരികയാണെങ്കിൽ അങ്ങനെ, ആന്റിബയോട്ടിക്സ് കൊടുത്ത് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനെ, അത്തരത്തിൽ കറക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ യഥാർത്ഥത്തിൽ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തിയിൽ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോബ്ലത്തെ ഒരാളും അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തിയുടെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഈ അഡിനോയിഡ് ഗ്രന്ഥി പോലെയുള്ള ശരീരത്തിലെ മറ്റ് തൊണ്ടയിലുള്ള കഴലകളും അഡിനോയിഡിനോടൊപ്പം തന്നെ വലുതായി വീങ്ങി വരും എന്നുള്ള ഒരു അവസ്ഥ വിശേഷം സംജാതമാകും. ഈ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ എളുപ്പകരമാണെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ചികിത്സിക്കുന്ന വ്യക്തികളും അത്ര മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകാറില്ല, ചികിത്സിക്കപ്പെടുന്ന വ്യക്തികളും മുന്നോട്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഓരോ തവണയും ഈ പ്രശ്നത്തെ നേരിടുമ്പോൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ശ്വസനവും നിങ്ങളുടെ ശ്വസന സംബന്ധമായ രോഗപ്രതിരോധ ശക്തിയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെയെന്ന് നോക്കാം. മൂക്കിലൂടെ കടന്നു വരുന്ന ഒരു രോഗാണു കൃത്യമായിട്ട് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലൂടെ ശ്വാസം കടന്നു പോകുമ്പോൾ അവിടെയുള്ള മൂക്കിന്റെ ഉള്ളിലത്തെ മ്യൂക്കോസ എന്ന് പറഞ്ഞ ഭാഗം, അതായത് ഈ തൊലി പോലെയുള്ള ഈ ഭാഗം മൂക്കിന്റെ ഉള്ളിലുണ്ട്. ഇത്തരത്തിലുള്ള ഭാഗത്തിലൂടെ കടന്നു പോകുകയാണ്, നേസൽ മ്യൂക്കോസയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇത് പലതരത്തിലുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. പ്രത്യേകിച്ച് വെളുത്ത രക്താണുക്കളായിട്ടുള്ള കോശങ്ങളുടെയും അതുപോലെയുള്ള ഒരു അനേകം, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു നീവ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് നീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത എല്ലാ വസ്തുക്കളെയും ശരീരത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക, അതിനെ കൊന്ന് പുറന്തള്ളുക എന്ന ഒരു പ്രതിഭാസവും. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതേ ആദ്യം മുൻപ് കടന്നു വന്ന് പരിചയമുള്ള ഒരു വസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ തക്കതായിട്ടുള്ള മെമ്മറി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള ഒരു രോഗപ്രതിരോധ ശക്തി. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു അക്രമിയോ പെട്ടെന്ന് ആക്രമിച്ച് കടന്നു വന്നാൽ നമ്മൾ അവരുടെ മുഖമാണ് ആദ്യം മനസ്സിൽ ഓർത്തു വെക്കുക. നമ്മൾ ആ അക്രമീനെ കീഴ്പ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ രണ്ടാമത് ഒരിക്കൽ ആ അക്രമി നമ്മുടെ ഗേറ്റിലേക്ക് വന്ന് നിന്നാൽ പോലും നമുക്ക് ആ അക്രമിയെ തിരിച്ചറിയാൻ പറ്റുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഒരു മുൻകരുതലെടുക്കാൻ പറ്റുകയും അവനെ പ്രതിരോധിക്കാൻ പറ്റുകയും ചെയ്യും എന്ന തരത്തിലാണ് ആദ്യം കാണിച്ചത് ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ രണ്ടാമത് വന്നത് ഒരു അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളിൽ
ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിൽ നിന്നും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ചെറിയൊരു പ്രോബ്ലം വരും. പലപ്പോഴും അത് മൂക്കിലൂടെ ശ്വസിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നതിലൂടെയാണ് അത് ആദ്യം ഡെവലപ്പ് ചെയ്ത് വരിക. ഈ മൂക്കിലൂടെ ഉണ്ടാവുന്ന തടസ്സം പലപ്പോഴും കുട്ടി കുറച്ചു കാലത്തേക്ക് ഒരു ജലദോഷം വന്നു ആദ്യകാലങ്ങളിൽ, കണ്ടിന്യൂസ് ആയിട്ട് മൂക്കിലൂടെ ശ്വസിക്കുന്ന ഒരു തടസ്സം വന്ന് കുട്ടി വായിലൂടെ ശ്വസിക്കുന്ന ഒരു അവസ്ഥ വരികയും അപ്പൊ ആ സമയത്ത് മൂക്കിനുള്ളിൽ കാര്യമായ ഒരു വലിയ പ്രോബ്ലം ഒന്നും ഇല്ല, പക്ഷെ കുട്ടി വായിലൂടെ ശ്വസിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ താൽക്കാലികമായിട്ട് രോഗപ്രതിരോധ ശക്തിക്ക് ചെറിയൊരു തകരാറ് വരികയും പിൽക്കാലത്ത് ഇത് തുടർന്ന് നിൽക്കുന്നതിലൂടെ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ബോഡിക്ക് ഇത് മെമ്മറിയിൽ എടുത്തു വെച്ച് മറ്റു രോഗാണുക്കളെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ആ അവസ്ഥയിൽ തുടരെ തുടരെ വരുന്ന ഒരു പ്രോബ്ലം ആയി മാറുകയും പിൽക്കാലത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ഒരു അലർജി പോലുള്ള അവസ്ഥ, അതായത് ചെറിയൊരു ശത്രുവിനെ കണ്ടാൽ പോലും ആവശ്യമില്ലാതെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ മൂക്കിന്റെ ഉള്ളിൽ സംജാതമാവും. ഇതിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലൂടെ കുട്ടിക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ തീരെ പറ്റാത്ത ഒരു അവസ്ഥ, മൂക്കിന്റെ ഉള്ളിലത്തെ ഇത്തരത്തിലുള്ള കലകളൊക്കെ നല്ല കട്ടി വരികയും അതിലൂടെ മൂക്കിന്റെ ഉള്ളിലൂടെ ശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് പെർമനന്റ് ആയിട്ട് വരികയും ചെയ്യും. ഇതിനെയാണ് പാത്തോളജിക്കൽ മൗത്ത് ബ്രീത്തർ, അതായത് മൂക്കിലൂടെ ശ്വാസം കടന്നു പോകാൻ റിയൽ പ്രോബ്ലം മൂക്കിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് പറ്റുന്നില്ല. നേരെ മറിച്ച് ആദ്യ കാലങ്ങളിൽ മൂക്കിന്റെ ഉള്ളിൽ റിയൽ പ്രോബ്ലം ഇല്ല, കുട്ടിക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, കുട്ടി വായിലൂടെ ശ്വസിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആ മൂക്കിന്റെ ഉള്ളിലത്തെ പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടി വായിലൂടെ മാറ്റി മൂക്കിലൂടെ ആക്കുന്നു. പക്ഷെ പല കുട്ടികളിലും കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു ടെമ്പററി പ്രോബ്ലം ആണെങ്കിൽ പോലും ഈ വായിലൂടെ ശ്വസിക്കുന്നത് ഒരു ശീലമായി പിന്നീട് മാറുകയും അതിന് പാത്തോളജിക്കൽ മൗത്ത് ബ്രീത്ത് എന്നല്ല പറയാ, ഹാബിച്വൽ മൗത്ത് ബ്രീത്ത് എന്ന് പറയും. ഈ ഹാബിച്വൽ മൗത്ത് ബ്രീത്തർ അവസ്ഥയിൽ നിന്നും പതുക്കെ പതുക്കെ കുട്ടി ഒരു പാത്തോളജിക്കൽ മൗത്ത് ബ്രീത്തിലേക്ക് മാറുകയാണ് പലപ്പോഴും സംഭവിക്കാറ്. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കൃത്യമായിട്ടുള്ള ഇന്റർവെൻഷനും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ ഹാബിച്വൽ മൗത്ത് ബ്രീത്തിൽ നിന്ന് ഒരു പാത്തോളജിക്കൽ മൗത്ത് ബ്രീത്ത് എന്ന അവസ്ഥയിലേക്ക് മാറാതെ തന്നെ കുട്ടിയെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തിയെ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കെയാണ് ഇത് പലപ്പോഴും നടന്നു പോകുന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണിത്. ഇവിടെ നിസ്സാരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പലപ്പോഴും രക്ഷിതാക്കളും മറ്റു അവരെ കുട്ടികളെ സംരക്ഷിക്കുന്ന വ്യക്തികളും ഇത് അറിയാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. ഈ പ്രശ്നം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഒന്ന് ചുരുക്കി നമുക്കൊന്ന് നോക്കാം. വളരെ ചുരുക്കി പറഞ്ഞാൽ പോലും നീണ്ടു പോകുന്ന ഒരു സെക്ഷനാണിത്. എന്നിരുന്നാൽ പോലും നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രശ്നത്തെ വളരെ സിമ്പിൾ ആയിട്ട് കാണുകയും ചെയ്യാണ്. ഇത്തരത്തിൽ ശ്വാസഗതി പലപ്പോഴും വായിലൂടെ ആവുകയും പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഈ കുട്ടിയുടെ ഇൻഫെക്ഷൻസ് വരികയും ഈ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി തരമാറായി തുടങ്ങുകയും ചെയ്യുമ്പോൾ ആദ്യം കണ്ടു തുടങ്ങുന്ന ഒരു ലക്ഷണം റിപ്പീറ്റഡ് ആയിട്ട് ഡോക്ടേഴ്സ് വിസിറ്റ് വരിക എന്നുള്ളതാണ്. സ്കൂൾ ആബ്സെന്റീസ് ആകുന്നു, പതുക്കെ പതുക്കെ പഠനത്തെ ഇത് ബാധിച്ചു കൊടുക്കും. കാരണം പലപ്പോഴും കുട്ടികളിലെ കേൾവിനെ ഇത് പതുക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ബാധിച്ചു കൊടുക്കുമ്പോൾ പല രക്ഷിതാക്കളും ഇത് അറിയില്ല. അതിന് ആദ്യ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, കുട്ടി TV വളരെ ഉറക്കെ വെക്കുന്നു, ചോദിക്കുന്നതിന് പലപ്പോഴും മറുപടി തരുന്നില്ല, ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ചോദിക്കുന്നു. ഇത് പല രക്ഷിതാക്കളും ആദ്യം അത്ര ഗൗനിക്കാറില്ലെങ്കിലും പിന്നീട് ഇത് അവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കുട്ടിയുടെ ഉള്ളിൽ ചിലപ്പോൾ പഴുപ്പോ ചെവി വേദനയോ ഒക്കെ ആയിട്ട് ഉള്ള അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷമാണ് പലപ്പോഴും ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടായിരിക്കും ഇത് അറിയേണ്ടാവുക. ഈ പഴുപ്പും പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഒരു യൂസ്റ്റേഷൻ ട്യൂബ് എന്നൊരു ട്യൂബ് ഉണ്ട്. ചെവിയും തൊണ്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഒരു പാടയുണ്ട്, ടിംപാനിക് മെമ്പറൈൻ എന്ന് തന്നെ പറയാം. ആ പാടയുടെ പുറത്തോട്ടുള്ള ഭാഗവും അകത്തോട്ടുള്ള ഭാഗവും, ഈ പുറത്തോട്ടുള്ള ഭാഗത്തിലെ അറ്റ്മോസ്ഫിയർ പ്രഷറും ബാക്കിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇക്വലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ചെവിയുടെ പുറകിലുള്ള ഭാഗത്തു നിന്നും തൊണ്ടയിലോട്ട് ഒരു ട്യൂബ് വന്ന് ഓപ്പൺ ചെയ്യുന്നു. ഈ ട്യൂബ് നമ്മൾ തുപ്പലിറക്കുക, കോട്ടുവായ ഇടുക, ആഹാരം കഴിക്കുക, ഈ സമയങ്ങളിലൊക്കെ പതുക്കെ ഒന്ന് തുറന്ന് അടയും. അപ്പൊ കുറച്ച് എയർ അതിനുള്ളിൽ കിടക്കും. ഈ ഒരു മെക്കാനിസം കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൽ മാത്രമേ ഈ ടിംപാനിക് മെമ്പറൈൻ എന്നുള്ള ചെവിയിലുള്ളത്തെ പാട കൃത്യമായിട്ട് വൈബ്രേറ്റ് ചെയ്യും, നമുക്ക് കേൾവി കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യുള്ളൂ. പല കുട്ടികളിലും ഈ ടിംപാനിക് മെമ്പറൈന്റെ ഈ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആവും. ഈ ബ്ലോക്ക് ആവണ അവസ്ഥയിൽ കുട്ടിയുടെ ചെവിയുടെ ഉള്ളിൽ പലപ്പോഴും ഫ്ലൂയിഡ് കളക്ഷൻ വരികയും പിന്നീട് അതിനകത്ത് അണുബാധ വരികയും ചെവി വേദന വരികയും പഴുപ്പ് സംഭവിക്കുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. ഈ യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആവുന്നതിന്റെ ഒരു പ്രധാന വില്ലൻ അഡിനോയിഡ് ഗ്രന്ഥി ആണ് എന്നാണ് പലപ്പോഴും രക്ഷിതാക്കൾ അറിയാറുള്ളതെങ്കിലും പലപ്പോഴും പറഞ്ഞു കേൾക്കുക അങ്ങനെയായിരിക്കുമെങ്കിലും ഇതിന്റെ പ്രധാന വില്ലൻ പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥി മാത്രമല്ല. ഈ ട്യൂബൽ ടോൺസിൽ തൊണ്ടയിൽ വന്ന് ഓപ്പൺ ചെയ്യുന്നതിന്റെ ചുറ്റിലുമായിട്ട് ഒരു അഡിനോയിഡ് ഗ്രന്ഥി ആണ് എന്ന് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുമെങ്കിലും ഈ
യൂസ്റ്റേഷൻ ട്യൂബ് തൊണ്ടയിൽ വന്ന് ഓപ്പൺ ചെയ്യുന്നതിന്റെ ചുറ്റിലുമായിട്ട് ഒരു ട്യൂബൽ ടോൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടോൺസിൽ ഉണ്ട്. ഈ ട്യൂബൽ ടോൺസിൽ ഈ അഡിനോഡ് ഗ്രന്ഥിയെ പോലെ തന്നെ വളരെ വലുതാവും. ഇത് വലുതാവുമ്പോൾ ഈ യൂസ്റ്റേഷൻ ട്യൂബ് തുറന്നറിയാനുള്ള ആ ഒരു മെക്കാനിസത്തിന് തടസ്സം വരികയും കുട്ടിക്ക് ടിമ്പാനി മെംബ്രെയിന്റെ പുറകിലുള്ള ഇന്നർ ഇയർ എന്നുള്ള ഭാഗത്തോട്ട് എയർ കടന്നു വരാതെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് പിൽക്കാലത്ത് ചെവിയുടെ ഫ്ലൂയിഡ് ഘടനയുള്ള കാരണമായിട്ട് പ്രധാനമായിട്ട് വരും. ഇതിന് പ്രധാന വില്ലനായിട്ടുള്ള ഈ ട്യൂബൽ ടോൺസിൽ പലപ്പോഴും സർജിക്കൽ കറക്ഷൻ നടത്താറില്ല. കാരണം ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് വരുന്ന ഒരു വെല്ലോഫാരിഞ്ചിയൽ മസിൽ എന്നൊരു മസിൽ ഉണ്ട്. ഈ മസിലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലൂടെ കഴിക്കുന്ന സംഗതികളൊക്കെ മൂക്കിലൂടെ വരാതെ പിടിച്ചു നിർത്തുന്ന ഒരു മസിലാണത്. അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആഹാരത്തിനും അല്ലെങ്കിൽ വെള്ളമൊക്കെ വായിലൂടെ കഴിക്കുന്നത് പലപ്പോഴും റീഗർജിറ്റേഷൻ ആയിട്ട് മൂക്കിലൂടെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പല സർജിക്കൽ പ്രൊഡക്ഷന്റെ സമയത്തും ഭൂരിഭാഗം സമയങ്ങളിലും ആ ഈ ട്യൂബൽ ടോൺസിൽ കറക്ഷൻ അത് എടുത്തു കളയോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയോ ചെയ്യില്ല. ഈ ഒരു അവസ്ഥാവിശേഷം കൊണ്ട് തന്നെ പലപ്പോഴും സർജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വരുന്ന കുട്ടികളെല്ലാം ഉള്ള ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ പലതും തുടർന്നു വരുന്നതായിട്ട് പിൽക്കാലത്ത് കണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നതിന്റെ അസസ്മെന്റിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കാണാതെ ഇത് ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കാണുക. മാത്രമല്ല ചെവിനെ മാത്രമല്ല, ഇത് പലപ്പോഴും ഈ ചെവിയിലെ ഈ പ്രശ്നം പലപ്പോഴും കുട്ടിയുടെ അക്കാഡമിക്സിനെ ബാധിക്കും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ബാധിക്കും. ഇത് പിന്നീട് വായയിലൂടെ ശ്വസനം തുടർന്നതുകൊണ്ട് തന്നെ കുട്ടിയുടെ മുഖ സൗന്ദര്യത്തെ അത് ബാധിച്ചു വരാൻ തുടങ്ങും. പലപ്പോഴും നല്ല വൃത്തിയുള്ള മുഖമാണ്, കുട്ടി നല്ല വട്ടത്തിലുള്ള മുഖം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടിയുടെ മുഖം നീണ്ടു വരുന്നതായിട്ട് പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാരണം ഈ അഡിനോയിഡ് പ്രശ്നമാണ് എന്നുള്ളത് പലപ്പോഴും അറിയില്ല. ഈ അഡിനോയിഡ് പ്രശ്നം നമ്മൾ എന്ന് ചുരുക്കി പറയുമ്പോഴും അഡിനോയിഡ് അല്ല അവിടെ പ്രശ്നം, നിങ്ങളുടെ കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തിയിലാണ് പ്രോബ്ലം എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും, ഇത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം പലപ്പോഴും കുട്ടികളുടെ പ്രോബ്ലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം പിൽക്കാലത്ത് അത് വായനാറ്റത്തിലുള്ളൂ, പിന്നീട് അവിടുന്ന് കുട്ടിയിൽ പല്ലുകളിൽ കേടുവരാനും ഒക്കെ തുടങ്ങുമ്പോൾ പലപ്പോഴും ഡെന്റിസ്റ്റിനെ കാണിക്കുമ്പോഴാണ് പല രക്ഷിതാക്കളും ഈ പ്രോബ്ലത്തെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. പലപ്പോഴും പെഡിയാട്രിഷ്യന്മാരോ ENTസോ അല്ല ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്, പലപ്പോഴും ഡെന്റിസ്റ്റുകളാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഡെന്റിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തതോടുകൂടി തന്നെ അവർ പലപ്പോഴും സർജിക്കൽ കറക്ഷന് വേണ്ടി വിടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ സർജിക്കൽ കറക്ഷൻ ആണ് ഇതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് വെപ്പെങ്കിലും ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി കറക്ഷൻ ഒരിക്കലും ഒരു സർജിക്കൽ കറക്ഷനിൽ നടക്കില്ല എന്നതുകൊണ്ട് തന്നെ പല കുട്ടികളും പിന്നീട് സർജറി കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും സർജറി ചെയ്യാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും പതുക്കെ അലർജി ടെൻഡൻസിയിലേക്ക് കടന്നു വരും. പതുക്കെ കുട്ടികളുടെ മൂക്കിനുള്ളിൽ തുമ്മല്, ചീറ്റല്, തൊട്ടേനും പിടിച്ചനൊക്കെ തുമ്മുക, മൂക്കിൽ നിന്ന് വെള്ളം ഇരിക്കുക, അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷനിലേക്ക് വരാം. ചില കുട്ടികൾ പതുക്കെ ശ്വാസമുട്ട് പോലുള്ള പ്രശ്നത്തിലേക്ക് കടന്നു വരാം. ശ്വാസമുട്ടാന്ന് പല രക്ഷിതാക്കളും ഇത് അറിയില്ല. കാരണം ആദ്യ കാലങ്ങളിൽ കുട്ടിക്ക് വിട്ടുമാറാത്ത ചുമയായിട്ടാണ് തുടങ്ങുക, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. പിൽക്കാലത്ത് അത് വീണ്ടും ട്രീറ്റ്മെന്റ് വരികയും വലിക്കുന്ന തരത്തിലുള്ള സ്പ്രേ പോലുള്ള മരുന്നുകളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത് ശ്വാസമുട്ടായി എന്നുള്ളത് പലപ്പോഴും അറിയാം. ഇത് കുട്ടിയുടെ സ്കിന്നിനെ ഗണ്യമായിട്ട് ബാധിക്കും. പല കുട്ടികളിലും ഡ്രൈ സ്കിൻ ആയിരിക്കും. പലപ്പോഴും എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു കൊതുക് കടിച്ചാൽ പോലും തുടർന്ന് വല്ലാണ്ട് തടിച്ചു പൊന്തി വരിക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് കടന്നു വരുന്നതായിട്ട് പിൻകാലത്ത് കണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രശ്നം ഇവിടെയും നിൽക്കുന്നില്ല, നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തെ ഇത് ബാധിക്കും. പലപ്പോഴും കുട്ടിയുടെ ഉറക്കം ഇങ്ങനെയുള്ള പിള്ളേരുടെ കറക്റ്റ് ആയിട്ട് വരാതെയും പല കുട്ടികളും രാത്രിയിൽ ഉറക്കം പ്രശ്നമായതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ഡീപ്പ് സ്ലീപ്പിൽ നടക്കുന്ന ഗ്രോത്ത് ഹോർമോൺ സെക്രീഷന് പ്രശ്നം വരികയും ഈ പ്രശ്നം പിൽക്കാലത്ത് കുട്ടിയുടെ ഹൈറ്റ് വെക്കുന്ന ഇതിനുള്ള ഒരു തടസ്സമായിട്ട് വരികയും ചെയ്യും. ഇത് പലപ്പോഴും രക്ഷിതാക്കള് ഹൈറ്റ് കുറഞ്ഞ വ്യക്തികളുടെ ആണെങ്കിൽ ആ രക്ഷിതാക്കളുടെ മക്കളെയാണ് ഇത് കൂടുതൽ ബാധിക്കാറ്. നല്ല ഹൈറ്റുള്ള രക്ഷിതാക്കളുടെ കുട്ടികളാണെങ്കിൽ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാറില്ല. പക്ഷെ ഹൈറ്റ് കുറഞ്ഞ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് പലപ്പോഴും ഹൈറ്റ് വെക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അത് അറിയാം. പക്ഷെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതവരെ പിൽക്കാലത്ത് അത്ര അവരുടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പല കുട്ടികളുടെയും പേഴ്സണാലിറ്റിനെയും പലപ്പോഴും ഇത് ബാധിക്കാറുണ്ട്. ഈ പലപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു അലർജി ഡെവലപ്പ് ചെയ്യും. ഈ അലർജി പലപ്പോഴും അലർജിക് സൈനസൈറ്റിസിലേക്കാണ് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുക. ഈ അലർജിക് സൈനസൈറ്റിസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വളരെ സിമ്പിൾ കാര്യമായിട്ട് പലപ്പോഴും കാണും. ഒരു തലവേദന വരുന്നു, ഒരു കുറച്ച് ആന്റിബയോട്ടിക് കഴിക്കുന്നു, മാറുന്നു. പക്ഷെ ഇത് പലപ്പോഴും ക്രോണിക് ആവുകയും പലപ്പോഴും ആന്റിബയോട്ടിക്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരികയും പിൽക്കാലത്ത് അത് മൈഗ്രെയിൻ ആയിട്ട് മാറുകയും മൈഗ്രെയിൻ ട്രിഗർ ചെയ്ത് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് ചികിത്സിക്കുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. ഈ മൈഗ്രെയിൻ പേഷ്യൻസ് ആയിട്ട് മുന്നോട്ട് മാറുകയും പിന്നീട്
ഒരു അവരുടെ വർക്കിനെ വരെ, അതായത് ഭാവിയിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇതിനകത്താണെങ്കിലും നിത്യം തലവേദനയുള്ള ഒരു രോഗിയായിട്ട് മാറുകയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. ഈ പ്രശ്നം പിൽക്കാലത്ത് ഒരു വ്യക്തി ഒരു നല്ലൊരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ, പ്രത്യേകിച്ച് റേഡിയോ ജോക്കീസ്, ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ഇത്തരത്തിലുള്ള പ്രൊഫഷനിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പലപ്പോഴും ഈ പ്രൊഫഷനെ ഒക്കെ അത് അവതാളത്തിലാക്കുകയാണ് കണ്ടുവരാറുള്ളത്. കാരണം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യില്ല. കുട്ടികൾ ആയിരിക്കുന്ന സമയത്ത് തൊട്ടേ വായിലോട് ശ്വസിക്കുന്ന വ്യക്തികളുടെ ഇവിടെയുള്ള മാക്സിലറി സൈനസുകളും അതുപോലെ ഫ്രണ്ടൽ സൈനസുകളും ഒന്നും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരില്ല. ഈ ഡെവലപ്മെന്റിന് തടസ്സം വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളുടെ സൗണ്ട് ക്വാളിറ്റിക്ക് പ്രശ്നം വരും. അത് അവരുടെ ടാലന്റുകളെ ഗണ്യമായിട്ട് ബാധിക്കും. വളരെ ചുരുക്കി ഞാൻ ഇത്രയും പറഞ്ഞോളൂവെങ്കിലും ഇതിനെ വിശദമായിട്ട് പറയാനാണെങ്കിൽ 2-3 മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഈ സെക്ഷനിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ഇവിടുന്ന് തുടർന്ന് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഇത് കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സർജറി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും പലപ്പോഴും സർജറി കഴിഞ്ഞ കുട്ടികൾക്കും സർജറി കഴിയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കാണെങ്കിലും ഈ പ്രശ്നം കൊണ്ട് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള സർജിക്കൽ പ്രൊസീജിയറെ കുറിച്ച് നമുക്ക് ചുരുക്കി നോക്കാം. പല കുട്ടികൾക്കും അഡിനോഡക്ടമി സർജറി പ്ലസ് ഗ്രോമറ്റസ് ഇൻഷൻ, അതായത് ചെവിയുടെ പാടയിലുള്ളിൽ ഒരു ചെറിയൊരു കോഴിൽ പോലൊരു സാധനം ഇട്ട് വയ്ക്കുന്നു. പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഗ്രോമറ്റ് ഇൻസെഷൻ എന്ന് പറയുക. അപ്പൊ ഈ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം മൂക്കിന്റെ പാലം വളയുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു ENT പറയുമ്പോഴാണ് നമ്മൾ അറിയാം മൂക്കിന്റെ പാലം വളഞ്ഞിട്ടുണ്ട്, അതിന് സെപ്റ്റോപ്ലാസ്റ്റി എന്നൊരു സർജറി വേണ്ടി വരും. പലപ്പോഴും ഇത് അലർജി കറക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഈ സെപ്റ്റോപ്ലാസ്റ്റിയിലൂടെയും പലപ്പോഴും അലർജിയുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക സെപ്റ്റോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷവും. കാരണം ഈ അലർജി എന്ന് പറയുന്നത് പലപ്പോഴും രോഗപ്രതിരോധ ശക്തിയിൽ വരുന്ന ഒരു പ്രശ്നം. ചെറുപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2 വയസ്സിൽ തുടങ്ങുന്ന ഈ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് ഡെവലപ്മെന്റ് മുന്നോട്ട് പോകാത്തത് കൊണ്ട് പിന്നീട് പ്രശ്നത്തിലേക്ക് വന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അടുത്തൊരു പ്രധാന പ്രശ്നം ഇത്തരത്തിലുള്ള കുട്ടികളുടെ മാക്സിലറി ബോൺ എന്ന് പറഞ്ഞ ഈ ബോൺ ഉണ്ട്, ഇവിടുത്തെ ബോൺ ഉണ്ട്, പല്ലുകളൊക്കെ ഇരിക്കുന്ന ഒരു ബോൺ. ഈ മാക്സിലറി ബോണിന്റെ ഗ്രോത്തും മാൻഡിബിളിന്റെ ഗ്രോത്തും, മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ ഈ താടിയെല്ലിന്റെ ഗ്രോത്തും തമ്മിലൊരു ഡിസ്പ്രപ്പോർഷൻ വരും. ആ ഡിസ്പ്രപ്പോർഷൻ വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ താടിയെല്ല് പലപ്പോഴും ഒന്നെങ്കിൽ ഉള്ളിലോട്ട് പോകും, അതല്ലെങ്കിൽ ഈ ഭാഗം പലപ്പോഴും വളർച്ച കറക്റ്റായിട്ട് അല്ലാണ്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള വളർച്ചേനെ കറക്റ്റ് ചെയ്യാനുള്ള ഒന്നുകിൽ മാൻഡിബുലർ റിഡക്ഷൻ സർജറി, മാൻഡിബിളിനെ കുറയ്ക്കാനുള്ള സർജറി, അതല്ലെങ്കിൽ ഈ മാക്സിലറി ബോണിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സർജിക്കൽ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരേണ്ടി വരും. പല വ്യക്തികൾക്കും അത് കണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാന സർജിക്കൽ പ്രൊസീജിയർ പിന്നീട് വേണ്ടി വരുന്നത് ഈ അലർജി പ്രശ്നം കാരണം മൂക്കിന്റെ ഉള്ളിലെല്ലാം അലർജിയുടെ പ്രശ്നം കൊണ്ട് കഫക്കെട്ട് കൂടുകയും സൈനസ് ഇഷ്യൂസ് വളരെ കൂടി വരുമ്പോൾ ഫെസ് എന്നുള്ള സർജറിയിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ഫെസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. ഒരു എൻഡോസ്കോപ്പ് ഉള്ളിൽ കടത്തി ഉള്ളിലത്തെ ആ മൂക്കിന്റെ ഉള്ളിലെ വശം വൃത്തിയാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫെസ് എന്ന് പറയുക. ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നീട് പലപ്പോഴും അലർജി പ്രശ്നം കണ്ടിന്യൂ ചെയ്യുന്ന പല വ്യക്തികളിലും പോളിപ്പ് എന്ന് പറയുന്നത്, അതായത് മൂക്കിന്റെ ഉള്ളിൽ ദശ വന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. പലപ്പോഴും കുട്ടികളിൽ ദശ വന്നു എന്ന് ഈ അഡിനോയിഡിന്റെ പ്രശ്നത്തിന് പറയാറുണ്ടെങ്കിലും ആക്ച്വലി ഒരു ദശയൊന്നും അല്ല, ഒരു നോർമൽ കഴലയാണ്. പക്ഷെ അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് ഇത് ഒരു ദശ വന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള ഈ അഡിനോയിഡ് പ്രശ്നം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് മുന്നോട്ട് വന്ന ഒരു അലർജിയായി ഡെവലപ്പ് ചെയ്ത് അത് മുന്നോട്ട് വന്ന് പതുക്കെ നമ്മുടെ ഉള്ളിൽ ഈ മൂക്കിന്റെ ഉള്ളിലുള്ള ഈ മ്യൂക്കോസ എന്ന് പറഞ്ഞ സാധനം വളരെ വീർത്ത് വരുന്നതിനെയാണ് പോളിപ്പ് അല്ലെങ്കിൽ ദശ എന്ന് പറയുന്നത്. ഈ ദശ പിന്നീട് കളയാനായിട്ടുള്ള പോളിപെക്ടമി സർജറിയാണ് അടുത്ത് വേണ്ടി വരാൻ സാധ്യതയുള്ളത്. ഇതൊന്നും അല്ല ഏറ്റവും പ്രശ്നപരമായിട്ടുള്ളത്. പിന്നീട് ആള് അഡൾട്ടായിട്ട് വരുന്ന സമയത്ത് ഈ അഡിനോയിഡിന്റെ ഏറ്റവും ഡ്രെഡഡ് കോംപ്ലിക്കേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രധാന കാര്യം അഡൾട്ട് സ്നോറിംഗ് ആണ്. അതായത് മുതിർന്നു വരുന്ന ഒരു വ്യക്തി കൂർക്കം വലിക്കുക. ഈ കൂർക്കം വലിക്കുന്ന പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള നിസ്സാര പ്രശ്നമല്ല, അതൊരാളുടെ ആയുസ് വരെ കുറയ്ക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് കറക്ഷൻ വേണ്ടിയിട്ട് പലപ്പോഴും യൂലോപ്ലാസ്റ്റി പോലുള്ള സർജറികൾ, സെപ്റ്റോപ്ലാസ്റ്റി പോലുള്ള സർജറികൾ, ഒരു 100 കൂട്ടം സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഈ സ്നോറിംഗ് കറക്ഷന് വേണ്ടിയിട്ടും പലപ്പോഴും പേഷ്യൻസിന് വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ഒരു സർജറിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് പല സർജറിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്, ഒരു പല രോഗങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഇനിയും പറയാനുള്ളത് പല വ്യക്തികളും ഒരു ക്രോണിക് അലർജി പേഷ്യൻസ് ആയിട്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു. റെസ്പിറേറ്ററി അലർജി പലപ്പോഴും പിന്നീട് അത് സിസ്റ്റമിക് അലർജി, ശരീരത്തിലോട്ടൊട്ടയുള്ള അലർജി ആയിട്ട് മാറും. പലപ്പോഴും അർട്ടിക്കേറിയ എന്ന് പറഞ്ഞ് തടിച്ചു പൊന്തി വരുന്ന ഒരു അസുഖമായിട്ട് വരാറുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യം നമ്മുടെ ഈ അഡിനോയിഡ് പ്രശ്നം തന്നെയാണ്. അതായത് ഈ അഡിനോയിഡ് എന്ന പ്രോബ്ലം കറക്റ്റ് ചെയ്യാത്തത് കൊണ്ട് പിൻകാലത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കണ്ടുവരാറുണ്ട്. എല്ലാ ആർട്ടിക്കറികളും
അഡിനോയിഡ് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും ഒരു അലർജിക് ടെൻഡൻസി പൊതുവേ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അർട്ടിക്കറി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അർട്ടിക്കറിക്ക് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. വിരശല്യം കൊണ്ട് വരാം, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് അർട്ടിക്കറിയ, കോൾഡ് ഇൻഡ്യൂസ്ഡ് അർട്ടിക്കറിയ, അങ്ങനെ പലതരത്തിലുണ്ടെങ്കിൽ പോലും ഈ അർട്ടിക്കറിയ എന്ന് പറഞ്ഞാൽ ഈ തടിച്ചു പൊന്തി വരുന്ന ആയുർവേദത്തിൽ ഉദർദം എന്ന് പറയും ഈ സാധനം പലപ്പോഴും നമ്മുടെ ഈ അഡിനോയിഡ് വില്ലനുമായിട്ട് ബന്ധമുണ്ട്. വിദൂര ബന്ധമാണെങ്കിൽ പോലും ബന്ധമുണ്ട്. കറക്റ്റ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഈ ഒരു പ്രശ്നം എത്ര കണ്ട് നിങ്ങളുടെ കുട്ടിയെ ബാധിക്കുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശക്തിയിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാതെ നിങ്ങൾ സർജിക്കൽ പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ രോഗം കൃത്യമായിട്ട് ഭേദമാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സർജിക്കൽ പ്രൊസീജിയർ മാത്രം പോരാ, ഇനി രോഗപ്രതിരോധ ശക്തി മാത്രം കറക്റ്റ് ചെയ്താൽ പോരാ, കുട്ടിയുടെ ശ്വസനവും കൂടി കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ കൃത്യമായിട്ട് ശ്വസിക്കുന്നത് മൂക്കിലൂടെ ആയതുകൊണ്ട് മാത്രം, നമ്മൾ കൃത്യമായിട്ടുള്ള ശ്വസനം മൂക്കിലൂടെ ആയിരിക്കേണ്ടത് ആവശ്യകത ആയതുകൊണ്ട് മാത്രം വായലോടെ ശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് രോഗപ്രതിരോധ ശക്തി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള അബറന്റ് ഇമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയും ആ അബറന്റ് ഇമ്മ്യൂണിറ്റി പതുക്കെ അലർജിയിലേക്ക് പോവുകയും ഞാൻ സംഭവിക്കാറ്. ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുകയല്ല. ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്ത് ഗ്രോ ചെയ്ത് മുന്നോട്ട് വരുന്നതനുസരിച്ചിട്ട് ആ കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഓരോ ഘട്ടങ്ങളിലും ഇമ്മ്യൂണിറ്റി ലെവലിലാണെങ്കിലും മറ്റു ഘട്ടങ്ങളിലാണെങ്കിലും നടക്കാതെ വരും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടിയുടെ ഉറക്കത്തെ ബാധിക്കും എന്നുള്ളത്. ഇത് കുട്ടിയുടെ കോഗ്നിഷനെ വരെ ബാധിക്കും. അതായത് ഒരു കുട്ടി തലേദിവസം പഠിച്ച കാര്യങ്ങളും പിറ്റേ ദിവസം ചെയ്യുന്ന ലേണിംഗ് എബിലിറ്റിനെ പിന്നീട് കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സമഗ്രമായിട്ടുള്ളൊരു അവസ്ഥേനെയാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്നതിന്റെ ലേണിംഗ് എബിലിറ്റീസിനെ ബാധിക്കും, ഉറക്കം പെർഫെക്റ്റ് ആയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ. ഇത് പിൽക്കാലത്ത് പല വ്യക്തികളുടെയും സ്വഭാവ രൂപീകരണത്തിനും ഇത് ബാധകമായിട്ട് വരും. പല കുട്ടികളും ഹൈപ്പർ ആക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾ, ഈ കുട്ടികൾ അഡൾട്ടായിട്ട് വരുന്ന സമയത്തും അവർ ഒരു ഹൈപ്പർ ആക്റ്റീവ്, ഒരു മൂഡ് ഡിസോർഡറിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള വ്യക്തികളായിട്ട് കാണാറുണ്ട്. ഇതെല്ലാം വളരെ ചുരുങ്ങിയ തരത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സത്യം. കാരണം പലപ്പോഴും ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നത് ടീച്ചേഴ്സാണ്. ADHD എന്നൊരു ഗ്രൂപ്പ് കുട്ടികളുണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ്. ഈ ഒരു ഗ്രൂപ്പ് ചൈൽഡാണ് എന്നാണ് പലപ്പോഴും ധരിക്കാറ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യം നമ്മുടെ അഡിനോയിഡ് വില്ലനാണെന്നുള്ളത് പല രക്ഷിതാക്കൾക്കോ ടീച്ചേഴ്സിനോ അറിയില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവരുടെ സൈക്യാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിനോ ചൈൽഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലേക്കോ റെഫർ ചെയ്ത് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടാറാണ് പതിവ്. അതുപോലെ തന്നെ കിടന്നു മൂത്രമൊഴിക്കുക അടുത്തൊരു കോംപ്ലിക്കേഷൻ ആണ് കുട്ടികളായിരിക്കുന്ന സമയത്ത്. ഇതും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വളരെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 16 വയസ്സായിട്ടും കിടന്നു മൂത്രമൊഴിക്കുന്ന അല്ലെങ്കിൽ 12 വയസ്സായിട്ടും കിടന്നു മൂത്രമൊഴിക്കുന്ന ഒട്ടനവധി കുട്ടികൾ തന്നെ ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ പലപ്പോഴും ഒരു വിവാഹ ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ വീടുകളിൽ രാത്രി കിടന്നുറങ്ങുന്ന തരത്തിലുള്ള അവസ്ഥയിൽ പോവാൻ വൈമുഖ്യം കാണിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ കിടന്ന് മൂത്രമൊഴിക്കുന്നത്. അപ്പൊ അത് അവരുടെ സൈക്കോളജിക്കലി അവരെന്തോരം ബാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. തുടർന്ന് പോകുന്നു, വീണ്ടും തുടർന്ന് പോകുന്നതിൽ നമ്മുടെ കുട്ടിയുടെ ഈ ട്രീറ്റ്മെന്റ് ഇനി എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ല സാധാരണ ഇതിൽ സാധിക്കേണ്ടത്. കാരണം ഇത് പലപ്പോഴും ഈ രോഗപ്രതിരോധ ശക്തിയുടെ കറക്ഷൻ പലപ്പോഴും നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പലപ്പോഴും ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ള അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആ ഒരു കറക്ഷൻ പലപ്പോഴും ആയുർവേദ വൈദ്യശാസ്ത്രമാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. വളരെ ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചു വരുന്ന പല തരത്തിലുള്ള മരുന്നുകളും പ്രത്യേകിച്ച് അകത്തോട്ട് മരുന്ന് പോലും ഇല്ലാതെ നിറയിൽ ഒഴിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഉണ്ട്. അതിന് പോലും കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തിനെ പ്രത്യേകിച്ച് ഈ ശ്വസന സംബന്ധമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമായിട്ട് വരുന്നു. പലപ്പോഴും കുട്ടിയുടെ രോഗത്തിന്റെ നിർണയത്തിനായിട്ട് പ്രത്യേകിച്ച് 3D എയർവേ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളിലൂടെ കുട്ടിയുടെ പ്രോബ്ലം എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷനിലൂടെ കുട്ടിയുടെ അലർജിയുടെ തോത്, ഇമ്മ്യൂണിറ്റി ഏത് വഴിക്കാണ് പോകുന്നത്, കൃത്യമായിട്ടാണോ ഡെവലപ്പ് ചെയ്യണത് അതോ അല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ടിംപാനോഗ്രാം പോലുള്ള ടെസ്റ്റുകളിലൂടെ കുട്ടിയുടെ ചെവിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം രോഗനിർണയ ഉപാധികളെല്ലാം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഹെൽപ്പോട് കൂടിയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ അതുപോലെയുള്ള അലർജി അതുപോലെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്നുള്ള നിയന്ത്രണത്തിനായിട്ട് കുട്ടീനെ എപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഹെൽപ്പും ഇവിടെ അനിവാര്യമായിട്ട് വരും.
ഇതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ശ്വസന സംബന്ധമായിട്ടുള്ള കറക്ഷന് വേണ്ടിയിട്ട് ഡെന്റൽ സയൻസിന്റെ ഹെൽപ്പും പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ 3 ആധുനിക വൈദ്യം, ആയുർവേദ വൈദ്യം, അതുപോലെ ദന്തവൈദ്യം പോലെയുള്ള വൈദ്യശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുമുള്ള, ഇത് കൂടാതെ തന്നെ യോഗ പോലുള്ള കാര്യങ്ങളിലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ, മയോ ഫങ്ഷണൽ തെറാപ്പി പോലുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു കുട്ടിയെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ കറക്ഷൻ പലപ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് ഒരു സിംഗിൾ ഡോക്ടർ വിസിറ്റിൽ നിന്നും പലപ്പോഴും കിട്ടാതെ വരുന്നത് കൊണ്ടാണ്. അതായത് ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഡോക്ടറിൽ നിന്നും കിട്ടാതെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്നും അടുത്ത ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു വിശേഷം സംജാതമാവുന്നത്. അതായത് നിങ്ങളുടെ കുട്ടിയുടെ പ്രോബ്ലം പലപ്പോഴും കറക്റ്റ് ചെയ്യാതെ റിപ്പീറ്റഡ് ഡോക്ടേഴ്സ് വിസിറ്റിലേക്ക് പോയി നിരാശരായ അവസാനം സർജിക്കൽ കറക്ഷനിലേക്ക് പോയി എന്നിട്ടും കറക്റ്റ് ആവാത്ത പല രോഗികളും മുന്നോട്ട് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം ഓഫ് മെഡിസിനിലൂടെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പലപ്പോഴും രക്ഷിതാക്കൾ ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ മുന്നോട്ട് വരികയുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നേരിൽ കാണാം. എങ്ങനെ നേരിൽ കാണാമെന്നുള്ളതല്ലേ, നിങ്ങൾക്ക് പലർക്കും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്റെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന എന്റെ നമ്പർ 9446627024 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ നേരിട്ട് കാണാം. ബൈ.